ഈ ഗ്രൗണ്ട് വിട്ടുകൊടുത്തുമായി ബന്ധപ്പെട്ട നോക്കൂ, അത് തെറ്റായി. നോക്കൂ, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് ഈ 17-നുള്ളിൽ ഫിഫ അംഗീകാരം ആ സ്റ്റേഡിയത്തിൽ വേണം. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് നമുക്ക് തീർക്കാൻ കഴിയും അവിടെ. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം പണം മുടക്കാൻ തന്നു. തീർച്ചയായും സാധാരണഗതിയിൽ GCD ഒരു ചെയർമാൻ ഒരു കത്തയക്കുന്നു, ഞങ്ങളിവിടെ കളി നടത്താൻ തയ്യാറാണ്. അതിന് മറുപടി അയക്കേണ്ട വകുപ്പ് മന്ത്രിയാണ്, മുഖ്യമന്ത്രിയല്ല. മുഖ്യമന്ത്രി കത്ത് എനിക്ക് പാസ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? അത് പ്രകാരം കത്തയക്കുന്നു. ആർക്ക്? GCD ചെയർമാൻ തയ്യാറാണ്, നമുക്ക് അവിടെ വെച്ച് കളി നടത്താം. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. ഞാൻ പറഞ്ഞു, ആദ്യം മന്ത്രിയല്ല കത്തയക്കണം. അതാണല്ലോ നിങ്ങൾ വാർത്തയ്ക്ക് കൊടുത്ത കാര്യം. അപ്പോൾ അത് പ്രകാരം കത്തയക്കുന്നു. അതാണല്ലോ നിങ്ങൾ കൊടുത്ത ഒരു വാർത്ത. അതിൻ്റെ കാര്യമാണ് ഞാൻ പറയും. അപ്പോൾ അത് പ്രകാരം അവർ അതിന് മറുപടി ഞാൻ അയച്ചു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. കാരണം അങ്ങനെയാണ്, ഒരു ഫോർമൽ കാര്യങ്ങളാണ്. ഫോണിൽ പറയാൻ പറ്റില്ല, രേഖാമൂലം തന്നെ കൊടുത്തു. അത് കഴിഞ്ഞാണ് നമ്മൾ ഗ്രൗണ്ട് അർജൻറ്റീനിയൻ ടീമിൻ്റെ പ്രതിനിധി വന്ന് പരിശോധിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്താണല്ലോ. അവർ പറഞ്ഞത് നല്ല ഫീൽഡാണ്, ഈ സീറ്റുകളും അത്യാവശ്യം കാര്യങ്ങളും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു മാസം അല്ലെങ്കിൽ 15 ദിവസത്തിൽ നമ്മളിത് പൂർത്തീകരിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ കളിയുടെ SPV എന്നുള്ളത് കേരള സ്പോർട്സ് ഫൗണ്ടേഷനാണ്, GCD അല്ല. കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, സ്പോർട്സിന് മാത്രം. ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ്, കായിക വകുപ്പിനുള്ള നമുക്ക് മാത്രമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുക. സന്തോഷ് ട്രോഫി നമ്മൾ മഞ്ചേരിയിൽ സംഘടിപ്പിച്ചു. അതിൻ്റെ SPV കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ നടത്തിയ പോലെ തന്നെ ഇതിനും നമ്മൾ ഗ്രൗണ്ട് ഏറ്റുവാങ്ങുന്നു. ഗ്രൗണ്ട് ഏറ്റുവാങ്ങി നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത് തീർക്കണ്ടേ? ഈ ഡേറ്റിനുള്ളിൽ 10 ദിവസം മുമ്പ് 30-ാം തീയതിക്കുള്ളിലെങ്കിലും ഇത് തീർക്കണമായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും അധികം ആളുകൾ സ്വാഭാവികമായി സ്പോൺസറോട് പറയും, നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യണം. അദ്ദേഹം സംഭവിച്ചു. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. മുഖ്യമന്ത്രിയുടെ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി എന്നാണ് സ്പോൺസർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട മറ്റൊരു തർക്കം വരുന്നത് എന്താ? ഇതിൻ്റെ വിട്ടുകൊടുത്തു, ഒന്നും വിട്ടുകൊടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ പണം മുടക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കളി നടത്തണമെങ്കിൽ അതൊരു ചെറിയൊരു ഇളവ് നമുക്ക് കൊടുക്കേണ്ടത്. അതേക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. നിങ്ങളിതിങ്ങനെ മറ്റൊരു രീതിയിൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? നിസ്സാരമായി നോക്കി നിൽക്കാനേ നമുക്ക് കഴിയും. അപ്പം ഇതിലുള്ള എഫേർട്ട് നമ്മളെടുത്ത ഇതിൻ്റെ ഇത്രയും എടുത്തൊരു എഫേർട്ടുണ്ട്, അത് നിങ്ങൾ ആദ്യം കാണുക. ഇതിൽ മറ്റൊരു താല്പര്യവും ആർക്കും ഇല്ല. ഇപ്പോൾ മെസ്സി വന്ന് കളിക്കുക എന്ന് എല്ലാവരുടെയും താല്പര്യമാണ്. അതിലെ കൂടെ നമ്മൾ നിന്നിട്ടുള്ളത്. അതേ ഈ ഒരു ഡേറ്റ് മാറി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ഇതിന് തയ്യാറെടുത്തവരുടെ തലയിൽ വെച്ച് വരിക എന്നുള്ളത് ശരിയായിട്ടൊരു രീതിയാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് കൊണ്ടുവരണം. ഞാനതിൽ ഉപയോഗിക്കുന്ന വാക്ക് നമുക്ക് എന്നാണ്. അതിൽ നിങ്ങൾ കൂടെ നിൽക്കുക. എനിക്കതേ പറയാനുള്ളൂ.